ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇവിടുത്തെ 2 ദിവസത്തെ താമസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു, താമസ സ്ഥലവും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അധികമൊന്നും അവിടുത്തെ ഷൂട്ട് ചെയ്യാനൊന്നും സമയം കിട്ടില്ല കേട്ടോ. ടയർഡായിരുന്നു, നമ്മളിപ്പോൾ പുറത്തൊക്കെ ആയിരുന്നതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണേ. തിരിച്ചു പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കാണിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഒരു നദി, കാളി നദി, നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകണേ. കാളി നദി ഫേമസ് നദിയാണ് ഇവിടുത്തെ. അതിനകത്ത് ഏതാണ്ട് 400 ക്രൊക്കഡൈൽ റൈറ്റ് ആണ്, 400ഓളം മുതലകൾ എന്താ പറയുക ഉള്ള ഒരു റിവർ ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാൻ പോകണേ. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ താമസ സ്ഥലത്ത് നമ്മളിപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. സോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഡേഞ്ചർ ഏരിയ ആണ്, ഇവിടെ വരരുതെന്നൊക്കെ പറഞ്ഞ്. കാരണം ഇവിടെ ഫ്ലോ കുറവായതുകൊണ്ട് ഇവിടെ മുതലകൾ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 400ഓളം മുതലകൾ താഴെയായിട്ടൊരു ഭാഗത്തായിട്ടാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷേ ഇവിടെ മുതലകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ എല്ലാം മുതലകളുണ്ട്. വളരെ അപകടം നിറഞ്ഞ ഏരിയ ആണെന്നാണ് ഇവിടെ ഫെൻസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫെൻസൊക്കെ ഇട്ട് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കാളി നദി ഇപ്പോൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് കാളി നദി ഗൈസ്. കർണാടകയുടെ അഭിമാനമായിട്ടുള്ള ദ പ്രൈഡ് ഓഫ് കർണാടക കാളി നദി. സോ ഗൈസ്, ഫ്ലോ ഇപ്പോൾ കുറവാണ്. നമ്മൾ ഇന്നലെ കാളി നദിയിലാണ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തത് കേട്ടോ. നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്തത് ഈ മോളുവശത്തായിട്ടാണ്. ആക്ടിവിറ്റീസൊക്കെ ചെയ്തത് ഇവിടെ മോളുവശത്തായിട്ടായിരുന്നു. അതുകൊണ്ട് ഇത് ആണ് കാളി നദി റിവർ. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഇതാണ് പറഞ്ഞാൽ ഇച്ചിരി അപകടം പിടിച്ച ഏരിയ ആണ്. വളരെ ശ്രദ്ധിച്ചാണ് ആൾക്കാരൊക്കെ കൈകാര്യം ചെയ്യാനെന്ന് ഇവിടെ വളരെ ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് കർണാടകയുടെ അഭിമാനമായ കാളി നദി. ഓരോ കന്നഡികനും കാളി നദി എത്രമാത്രം പ്രിയപ്പെട്ടതോ. നമ്മൾ പെരിയാർ എന്ന റിവറിനെ പറ്റി നമ്മൾ പറയത്തില്ലേ, കേരളത്തിൻ്റെ അഭിമാനമായ പെരിയാർ റിവർ, അതുപോലെ തന്നെയാണ് ഈ കാളി നദി. സോ നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണ്. ഇത് ഇവിടെ ഈ ചെക്ക് പോയിൻ്റ് ഉള്ളത് ഇവിടുന്ന് ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ പോയിടം ഫോറസ്റ്റ് ഏരിയ ആണ്. സോ ഫോറസ്റ്റ് ചെക്ക് പോയിൻ്റൊക്കെയാണ്. നമ്മളങ്ങനെ മുമ്പോട്ട് പോവാണ്. ഇവിടെയായിട്ട് നമുക്കൊരു കർണാടകയുടെ ഗവൺമെൻറ് ബസ് കാണാവേ, ഉണ്ടോ? കാരണം നമ്മൾ ഡെൻഡിലിനോട് വിട പറഞ്ഞ് നമ്മൾ ഹുബ്ലിയിലേക്കുള്ള യാത്രയാണ് കേസ്. ഈ കാണുന്നത് പേപ്പർ മില്ലിൻ്റെ 3ാമത്തെ ഗേറ്റാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ മില്ലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ മില്ലിലേക്കുള്ള തടിലോടൊക്കെയാണ് ഈ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്മൾ പോകുന്നതിൻ്റെ 2 സൈഡുകളിലൊക്കെ ആയിട്ട് തടി ലോറിയൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാന കവാടം കേട്ടോ, ഗേറ്റ് നമ്പർ 1. അപ്പം ഇത് ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന ഒരു പേപ്പർ മില്ലാണ് കേട്ടോ. ഇവിടുത്തെ തന്നെ കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ പേപ്പർ മില്ലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. So guys, we are going to Crocodile Lake. കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ബ്ലോക്കിൽ നിന്ന് ഊരി വന്നത്. ഇവിടെ റോഡ് ഒരു തിങ്ങിയ റോഡായതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഇവിടുന്ന് വണ്ടിയൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടി കേട്ടോ. നല്ല തിരക്കുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ഞാനും ഭയങ്കര ത്രില്ലിങ്ങിലാണ്. മുതലേ കാണാൻ പറ്റുമോ അതോ എങ്ങനെയാണ് അതിൻ്റെ സംവിധാനങ്ങൾ എന്നൊന്നും നമുക്കറിയത്തില്ല. അതിനെപ്പറ്റി വലിയൊരു ധാരണയൊന്നും നമുക്കില്ല കേട്ടോ. എന്തായാലും നമുക്ക് കിട്ടിയൊരു അവസരമാണ്. റോഡ് വളരെ തിങ്ങിയ റോഡാണ് കേസ്. അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ടൂറിസ്റ്റ് മേഖലകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഗതാഗത സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരുക്കിയില്ലെങ്കിൽ അതിൻ്റേതായ നല്ല പ്രശ്നങ്ങളുണ്ടാകും കേട്ടോ. ഇവിടെ ഒത്തിരി സമയം നമ്മൾ ആ റോഡിൽ ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. റോഡ് നിയന്ത്രിക്കാനായിട്ട് ആയാലും അങ്ങനെ ആൾക്കാരൊന്നും അവിടെ ഇല്ലാത്തതിൻ്റെ ഒരു നല്ല പോരായ്മ തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെന്ത് ഗേറ്റിൻ്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ക്രൊക്കഡൈൽ ലേക്ക് ഗൈസ്. നമ്മളങ്ങനെ ക്രൊക്കഡൈൽ ലേക്കിലേക്ക് വന്നിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഇവിടെയായിട്ടാണ് ക്രൊക്കഡൈൽ ലേക്ക്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്.
കേട്ടോ. നമ്മൾ ഓൾറെഡി അവിടെ പോയി നിൽപ്പുണ്ട്. ക്രൊക്കഡൈൽ പാർക്ക്. ഡോണസേ, എങ്ങനെയുണ്ട് നമ്മുടെ കഴിഞ്ഞ 2-3 ദിവസത്തെ ഡെൻഡാലി ട്രിപ്പും അതുപോലെ തന്നെ ഹുബ്ലി ട്രിപ്പും യാത്രകളും ഒക്കെ? ഇഷ്ടപ്പെട്ടോ? നമ്മളങ്ങനെ തന്നെ ക്രൊക്കഡൈൽ ലേക്കിൻ്റെ അകത്തേക്ക് പോവാണ് കേട്ടോ. ഇതിനടുത്ത് തന്നെ ഒരു പൂജയൊക്കെ നടത്തുന്നൊരു ചെറിയ ക്ഷേത്രം പോലെയാണ് തോന്നുന്നത്. ടിക്കറ്റ് നമുക്കിവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അകത്തോട്ട് പോകാനായിട്ട്. 50 രൂപയാണ് ഒരാൾക്ക്. നമ്മളിതാണ്ട് അങ്ങോട്ട് പോവാണ്. ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അലഞ്ഞെരിഞ്ഞ് നടക്കരുത്, പിന്നെ മുതലൊക്കെ തീറ്റ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപകടം പിടിച്ചുള്ള ഉണ്ടോ, ഒന്ന് വലിച്ചെറിയരുതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മളങ്ങനെ നമ്മുടെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ആ റിവറിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല തിരക്കുള്ള ഏരിയ ആണ്. കണ്ട അവിടെയായിട്ടൊരു മുതൽ കിടപ്പുണ്ട് കേട്ടോ. കുറച്ച് മുമ്പേ കണ്ട ആ നദി ഇങ്ങോട്ട് ഒഴുകി വരുന്നതാണ് ഈ ഭാഗം കേട്ടോ. ഇതാണ് കാളി നദി. കാളി നദിയുടെ മറ്റൊരു ഭാഗമാണിത്. നമ്മൾ മോളുവശത്തൂടെ ആയിരുന്നു പാസ് ചെയ്ത് വന്നത്. അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് ക്രൊക്കഡൈലൊക്കെ ഉള്ളത് കേട്ടോ. ഇത് ഒത്തിരി ക്രൊക്കഡൈലുള്ളതാണ്. 400ഓളം മുതലകളാണ് ഇവിടെ ഉള്ളതെന്നാണ് കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയായിട്ടൊരു മുതലുണ്ട് കേട്ടോ. പക്ഷേ വാഴകൾക്കിടയിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നോക്കട്ടെ, മറ്റുള്ളത് നോക്കാം. ഇല്ല കേട്ടോ, അധികം ഇത്ര ഏരിയ ഉള്ളൂ. ഉണ്ടോ ഏതിനത്തിൽപ്പെട്ട മുതലയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ടേ ആ കിടക്കുന്ന മുതലയാണ്. വേണ്ടേ ആ വെള്ള ഇത് കണ്ടോ, മുതലാണ് കൈ. വേണ്ട ആ കരയില്ല, പാറ പോലെ കിടക്കുന്നതും മുതലാണ്. കണ്ടതുണ്ടോ? ആ വേണ്ടേ ഇവിടെ ആയിട്ട് ഒരെണ്ണം കിടക്കുന്നു കേട്ടോ. വേണ്ടേ മുതല. തീ കിടക്കുന്ന മുതലാണ് കേട്ടോ. നമ്മൾ ക്രൊക്കഡൈൽ പാർക്ക് വന്നിട്ടുണ്ട്. മീനിനെ കാണുന്നുണ്ട്. ഇതാണ് എമ്മണ്ട മീനുകളാട്ടോ. ഭയങ്കര മുഴുത്ത മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വരെ വന്നിട്ടിപ്പോൾ 4-5 മുതലകളെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നദിക്കകത്തും വേറെ അക്കരെ ഭാഗത്തൊക്കെയാണെന്ന് തോന്നുന്നു. കണക്ക് പ്രകാരം ഏകദേശം 400ഓളം മുതലകൾ ഇതിലുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഏരിയ ആണിത്. സോ ഗൈസ്, ആ ഒരു ഭാഗത്ത് തന്നെ ഒരു 3-4 മുതലകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു 3ഓളം മുതലകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ വായും തുറന്നിരിക്കുന്നത്. ഇപ്പുറത്ത് വരണം. ഇവിടെ തന്നെ കുറേ മുതലുകളുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ക്രൊക്കഡൈൽ പാർക്കിനോട് വിട പറഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. സോ ഇതൊക്കെയാണ് ക്രൊക്കഡൈൽ പാർക്കിലെ വിശേഷങ്ങൾ. നമ്മൾ ഒത്തിരി ആൾക്കാർ കാണാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാണ്. സോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ അടുത്തായിട്ട് പേപ്പർ മില്ലുണ്ട് കേട്ടോ. പേപ്പറിൻ്റെ വർക്ക് ചെയ്യുന്ന മില്ല് അടുത്തായിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല രീതിയിൽ. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇത് കർണാടകയിലെ പ്രധാന റോഡിലെ മാതൃകാപരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അതായത് റോഡുകൾക്ക് നടുവിലുള്ള വശം ആംബുലൻസുകൾക്കും ഗവൺമെൻറ് വാഹനങ്ങൾക്കും വേണ്ടി മാത്രമായിട്ട് തിരിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫൈനലി ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കഴിക്കാൻ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് വലിയൊരു ഹോട്ടലിൽ നമ്മൾ വന്നതാണ്. നമ്മുടെ സഹോദരന്മാരൊക്കെ ഉണ്ട്, ചേട്ടനുണ്ട്. നിങ്ങളുടെ നല്ല അടിപൊളി വലിയൊരു ഏരിയ ഉള്ളതാണ്. എടുക്കാൻ പറ്റിയാണ് എടുക്കാം. നല്ല ഫെസിലിറ്റീസ് ഉള്ളതാണ്. ഞാനും കേട്ടോളമ്പോഴാണ് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാവേ. നമ്മളിപ്പോൾ ഉള്ള ഹോട്ടല് ബിരിയാണിക്ക് പേര് കേട്ട അൽ മദീന എന്ന് പറയുന്ന ഹോട്ടലാട്ടോ. അതായത് ഒത്തിരി ചരിത്രമുള്ള 1980 ഹോട്ടലാണ് കേട്ടോ. 1980 അത്യാവശ്യം നല്ല പേര് കേട്ടൊരു ഹോട്ടലാണ്. ആകാശം അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാറ് കേട്ടോ. നല്ല ക്രൗഡുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റാർട്ടർ തുടങ്ങിയിട്ട് പിന്നെ മെയിൻ കോഴ്സായിട്ട് ബിരിയാണി എടുക്കുക എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് കേട്ടോ. പാർട്ടിസിപ്പേഷൻ സ്പെഷ്യൽ കബാബ് ചിക്കൻ സ്പെഷ്യൽ കബാബ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓർഡർ ചെയ്തെല്ലാം വന്നു കേട്ടോ. ഇത് ചിക്കൻ ബിരിയാണി വന്ന്, ബീഫ് ബിരിയാണി വന്ന്, പിന്നെ ഇത് ബീഫിൻ്റെ ഒരു ഐറ്റമാണ്. പിന്നെ സ്പെഷ്യൽ കബാബ് വന്ന്, അണ്ണനുണ്ട്, ബ്രദറുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ആരംഭിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നോ ബ്രേക്ക്. ആരംഭിക്കലാമാ. സ്പെഷ്യൽ ചിക്കൻ കബാബ് നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല രുചിയുണ്ട്. ഇത് സലാഡ് പോലത്തെയാണ്. ഞാൻ തന്നെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഓൾറെഡി ബീഫിന്ന് ടേസ്റ്റ് ചെയ്ത് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ഓർമ്മ മാത്രം കഴിക്കുന്നത്. അല്ല പൊളിയായിട്ടോ കേട്ടോ. വേണ്ടോ, നല്ല ജ്യൂസിയാണ്, നല്ല രുചിയുണ്ട് കേട്ടോ. ടേസ്റ്റ്. നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ താഴോട്ട് വരുവാണ്. നമുക്ക് അത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ആഹാരം? സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സോ നമ്മളപ്പം പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ചെറിയ മഴയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. നമ്മുടെ ഈ ചുറ്റും കാണുന്നത് ഹുബ്ലിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ലഭിക്കുമെന്നാണ് ഈ മാർക്കറ്റിനെ പറ്റി പറയുന്നത്. Thank you.